ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ലിലെ മഞ്ഞ നിറം അതുപോലെ തന്നെ കറകളൊക്കെ മാറ്റിയിട്ട് നല്ല തൂവെള്ള നിറത്തിലുള്ള പല്ലാകാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 3 തവണ യൂസ് ചെയ്യുമ്പോഴേക്കും പൂർണ്ണമായിട്ടും നല്ലതുപോലെ പല്ല് വെളുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഒരു ചെറുപഴമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ചെറുപഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൊലി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഉള്ളിലുള്ള പഴത്തിൻ്റെ ആവശ്യമില്ല. ഈ തൊലി മുഴുവനായിട്ട് ഇതിന്ന് അടർത്തിയെടുക്കുക. അപ്പോൾ ഈ കാണുന്നത് പോലെ മൊത്തമായിട്ട് അടർത്തിയെടുക്കുക. ഞാനിപ്പോൾ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് 1ഓ 2ഓ എടുക്കാം. ഇനി ഈ തൊലിയുടെ ഉൾഭാഗത്തായിട്ട് കാണുന്ന മഞ്ഞയും വെള്ളയും നിറത്തിലുള്ളത് നമുക്ക് സ്പൂൺ കൊണ്ട് വടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പഴത്തിൽ നിന്ന് തന്നെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 2 എടുത്താൽ മതിയാവും. നമുക്ക് ഒരു നേരം തേക്കാനായിട്ടുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2 പഴം എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് വേണ്ടുന്നത് ഒരല്പം ചെറിയ ജീരകമാണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. അതും ഒരു നുള്ളു മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു കോൾഗേറ്റ് എടുക്കുന്നതിൻ്റെ അത്ര അളവിന് എടുത്താൽ മതിയാവും. അടുത്തതായിട്ട് വേണ്ടുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയാണ്. അത് ഒരു നുള്ളേ എടുക്കാവുള്ളൂ, ഒരുപാടൊന്നും എടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിതമായ അളവിൽ ബേക്കിംഗ് സോഡ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. പിന്നെ വേണ്ടുന്നത് ഒരല്പം പേസ്റ്റാണ്. അത് കോൾഗേറ്റോ നിങ്ങൾ ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കോൾഗേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരും എടുക്കുന്നത് പല രീതിക്കായിരിക്കും, വ്യത്യസ്തമായ അളവിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ ഒരു നേരം തേക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് അത്രയും കോൾഗേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതും കൂടെ എടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ തക്കാളിയാണ്. അതിൻ്റെ നീര് ഇതിനകത്തോട്ട് ചേർത്തിട്ട് വേണം നമുക്കിത് പൂർണ്ണമായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ചെറിയ തക്കാളി മുഴുവനായിട്ട് വേണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മതിയാവും. ഒരുപാട് നീരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിങ് അതിൻ്റെ അളവ് തെറ്റിപ്പോവും, വെറും വെള്ളമായിപ്പോവും. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് യോജിച്ച് വരികയുള്ളൂ. ഇങ്ങനെ ഈ മിക്സ് ചെയ്ത കൂട്ട് നിങ്ങൾ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. എങ്കിലാണ് പല്ലിലെ മഞ്ഞക്കറ പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. 3ാമത്തെ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് നിങ്ങൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നല്ലതുപോലെ ബ്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്ന സമയത്ത് പലർക്കുമുള്ളൊരു സംശയമാണ് ഇത് പല്ലിന് കേടുവരുത്തുമോ എന്നുള്ളത്. അങ്ങനെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇതിനുണ്ടാവില്ല. കാരണം മിതമായ അളവിൽ മാത്രമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതിനുശേഷം ഇതിലുള്ളതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് 3ാമത്തെ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. പല്ലിലെ കറ പോകാനായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണിത്. ഒരു നല്ലൊരു ടിപ്സാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്.